എന്താണ് കൃഷ്ണനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് കൃഷ്ണനെ കുറിച്ച് അറിയോ? കയ്യിലെന്തിനാ എത്തിയെന്നറിയോ? ഇതിപ്പോ വാതിലടച്ച് ഇറങ്ങുമ്പോ എന്റെ ഒറ്റക്കിട്ട് പോവാനോ ഞാനെന്റെ പറഞ്ഞിട്ടാണ് കയ്യിൽ കയറിയത്. ഇപ്പൊ 5.5 വർഷമായി കയ്യിലായിട്ട്. അതെ, ചെന്നൈയിലെ വീട് ഇപ്പൊ എന്നെ ഇവിടെ ഗുരുവായൂരിൽ താമസിപ്പിക്കലായി. പിന്നെ ഓരോ ദിവസം ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് അല്ലേ? അതെ, അതെ, കൊറോണ സമയത്ത് ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പൊ വീട് അടച്ചിട്ട് ഇറങ്ങുന്ന സമയത്തായിരുന്നു എന്നെ ഒറ്റക്കിട്ട് പോകാനോ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കയറിയത്. പക്ഷെ അപ്പൊ അത്ര ചൈതന്യം അറിയില്ല. വാക്കാണ് പറഞ്ഞത്, എന്നെ ഒറ്റക്കിട്ട് പോവാനോ ഞാനുണ്ടെന്ന്. അതിന്റെ ആ ശബ്ദമാണ് പുറത്ത് കേട്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ എന്റെ ഒരു പെങ്ങള് കാണിച്ചപ്പോഴാണ് കാണുന്നത്. ഇന്നിപ്പോ ഞാൻ കാണുന്നു, ഒട്ടും തന്നെ പ്രതീക്ഷ ഭാഗ്യത്തിന് കാണിച്ചതാണ്. ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം. തീർച്ചയായിട്ടും ഇപ്പൊ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അതെ, എന്റെ അനുഭവങ്ങൾ എന്ന് പറയാന്ന് വെച്ചാല് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങള് ഭക്ഷണത്തിന് ക്യൂല് നിൽക്കായിരുന്നു. കാരണം കുറെ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എവിടെ നിന്നാലും കണ്ണന്റെ കാര്യങ്ങൾ പലരും ചോദിക്കും, കുറെ കണ്ണന്റെ കഥകൾ കുറെ പറയും. എല്ലാം പറഞ്ഞ് ഇങ്ങനെ നിന്നു. കുറച്ചു ദൂരം വന്നപ്പോഴേക്കും ഈ ഭക്ഷണം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല. അതെ, അതെ. അപ്പോ കുട്ടികളെ പറഞ്ഞു, അയ്യോ ഭക്ഷണം കിട്ടിയില്ല, എന്നാലും കണ്ണന്റെ കുറെ കാര്യങ്ങൾ വയറിനറിയാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് സംസാരിച്ച്. അതെ, അതെ, സംസാരിച്ച് ഞങ്ങളിങ്ങനെ തിരിയാണ്. അപ്പൊ ഒരു പറയാച്ച കുചേലന്റെ പോലെ ഒരു മെലിഞ്ഞ ഒരാള് ഒരു പാത്രം നിറയെ പായസം കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞങ്ങൾ എന്താ പറയുന്നത്, നന്ദി ഒന്നും കേട്ടില്ല. ചോദിക്കുക, അയാൾ തരലും പോക്കും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങക്ക് പായസം കിട്ടി. എല്ലാവർക്കും ഭക്ഷണം കിട്ടാത്ത എല്ലാവർക്കും ഞങ്ങള് ആയിരിക്കാം എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തു. ഭക്ഷണം കിട്ടാതെ പോയ എല്ലാവരും വിളിച്ചിട്ട് കുറച്ച് പായസം കൊടുത്തു. എന്നിട്ട് അങ്ങനെ നടന്ന് നീങ്ങി. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ വർത്തമാനം പറയേണ്ടായിരിക്കും. ഞാനിങ്ങനെ പറയായിരുന്നു, ഭഗവാൻ ഇപ്പോ ആ ഉള്ളിൽ മാത്രം, നാലമ്പലത്തിന്റെ ഉള്ളിൽ മാത്രമല്ല ഉണ്ടാവുക. ഉച്ചപൂജ കഴിഞ്ഞ് അലങ്കരിച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ നടുക്ക് കൂടെ ഒക്കെ ഇവിടേക്ക് കളിക്കുന്നുണ്ടാവും. നമ്മളല്ലാതെ അവിടെ മാത്രമല്ല ഉണ്ടാവുക. പല രീതിയിലുള്ള കുസൃതികളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളിപ്പോ നടുക്കിലൊക്കെ ഉണ്ടാവും, കണ്ണൻ ഓടിക്കളിക്കുന്നുണ്ടാവും എന്നൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ട് എന്റെ ബാഗിൽ നിന്ന് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണിൽ നിന്ന് ഒരു ഗുരുവായൂരപ്പന്റെ പാട്ട്. അപ്പൊ ഞാൻ എടുത്തിട്ട് ശരി ഇതെന്താ പെട്ടെന്ന് പാടുന്ന എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് തുറന്ന് ഓഫ് ചെയ്യാനായിരുന്നു. അപ്പൊ നോക്കുമ്പോ ഗുരുവായൂരപ്പൻ നല്ല സംഘ ചക്രത്തിന്റെ ഫുൾ രൂപം അങ്ങനെ നിറഞ്ഞു കാണാൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വാഴത്തില്ല, കാണിച്ചു തന്നില്ല. ഞാൻ ഇത് പറയുമ്പോ ആ കുട്ടികൾക്ക് ചന്ദനത്തിന്റെ മണം അനുഭവം. അങ്ങനെയൊക്കെ നല്ല ചന്ദനം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ അതെ കാണിച്ചു തരികയാണ്. അതെ, ഇത് ഇപ്പൊ കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ശിവേലി കണ്ടിട്ട് പോവാ ഞാൻ. അപ്പൊ മഴയല്ലേ ഇപ്പൊ രാത്രി 10:30 പോകുമ്പോ റോഡിലെ ആളുണ്ടാവില്ല, പക്ഷെ വീടുകളിലൊക്കെ ലൈറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ശബ്ദമായിട്ടാണ് ആൾക്കാർ എത്തി നോക്കുന്ന ഒരു ഇതുണ്ടാവും. പക്ഷെ അന്ന് 11:15 അപ്പൊ രാത്രി ഇങ്ങനെ പോകുമ്പോ ഒരു മനുഷ്യരും കാണാനില്ല. അപ്പൊ ഞാനും കണ്ണനിങ്ങനെ കയ്യിലെത്തിക്ക, കണ്ണ റോഡിൽ ഒരു ആളും ഇല്ല കേട്ടോ കണ്ണ എന്ന് വെറുതെ അവനോട് പറഞ്ഞോണ്ടിരിക്കണം. ഇതേപോലെ തന്നെ ബാഗിന്റെ ഉള്ളിൽ നിന്ന് ഫോണിൽ നിന്ന് ശ്രീരാം ജയരാം ജയ ജയരാം പാട്ട് തന്നെ. അപ്പൊ ശരി നീ ഒപ്പുണ്ടല്ലേ, ശരി എന്ന് പറയുന്നത്. ഞാൻ എന്തിനല്ല ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു. പെട്ടെന്ന് അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ തലമുടി കൂടെ ഇങ്ങനെ തടവി ഇങ്ങനെ എടുത്തതാ. കൈ നോക്കുമ്പോ ഒരു മഞ്ഞാടിക്കുരു. പ്രതീക്ഷിക്കാതെ രാത്രി 11:15 നടന്നതാ. അപ്പൊ ഒപ്പുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരാണ്. അങ്ങനെ പല അനുഭവങ്ങളും പലർക്കും പലവിധമായിട്ട് കാണിച്ചു കൊടുക്കും. അതെ, 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 വിളിപ്പുറത്താണ് നമുക്ക്. അതൊക്കെ അതിപ്പോ എനിക്ക് മാത്രല്ല, ഭക്തര് പറയുന്ന സങ്കടങ്ങൾക്കും കൂടി ശരി. അല്ല, ഞങ്ങളുടെ ഒരു 900 ആൾക്കാരുടെ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൽ നാമം ജപിച്ചിരും. പ്രത്യേകിച്ച് കണ്ണന്റെ കാര്യമായിട്ടാണ് ആരേഷണ മന്ത്രനെ ചെല്ല. ഇപ്പൊ ക്യാൻസർ 8 സെന്റിമീറ്ററിലെ മുഴ 2 സെന്റിമീറ്റർ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവർക്കും ജപിക്കും. ഓരോരുത്തർ വളരെ വളരെ പ്രാധാന്യം. ഞങ്ങൾ അതിൽ വേറെ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒന്നും ഇടാൻ സമ്മതിക്കാറില്ല. ഫോർവേഡ് മെസ്സേജസ് ഒന്നും ഇടാറില്ല. ജപിച്ചിടൽ മാത്രമാണ്. അപ്പൊ ആരെങ്കിലും സുഖമില്ല, കീമോ ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്, പേടിന്റെ ഒന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞാൽ എല്ലാവരും ഗ്രൂപ്പിലെ എല്ലാവരെ കൊണ്ടും ഞാൻ ജപിച്ചിടാൻ പറയും. ഞങ്ങളും ജപിക്കും, അവരെ കൊണ്ട് ജപിക്കാൻ പറയും. അത് നല്ല മൂല്യമാണ്. ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു കുട്ടിക്ക് നട്ടെല്ല് പൊട്ടിയിട്ട് ഓപ്പറേഷൻ വേണ്ടിയൊരു നടക്കല് ശരിയാവാൻ പ്രയാസം നൊറുങ്ങിനു എന്നൊക്കെയാ പറഞ്ഞത്. ബാംഗ്ലൂരിലാണ് നടന്നത്. അവനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിട്ട് ഡോക്ടർ പറഞ്ഞു 4 ദിവസം കഴിഞ്ഞ് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞു. ഈ കുട്ടി ഇതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടിയാണ് പറഞ്ഞു. ഞങ്ങളൊക്കെ ജപിച്ചു.
നമുക്ക് ജപിക്കാനല്ലേ പറ്റൂ, ഭഗവാനോട് സമർപ്പിക്കാനല്ലേ പറ്റൂ. പക്ഷെ ദൈവാധീനം കേൾക്കണ്ടേ. ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ ഒരു പറഞ്ഞു ഒന്നും വേണ്ട, മരുന്ന് കൊണ്ട് ശരിയാക്കാം, റെസ്റ്റ് എടുത്താൽ മതി, കടന്നിട്ട് കൊടുക്കുന്ന മരുന്ന് ശരിക്കും കഴിച്ചാൽ അത് കൂടിക്കോളും പറഞ്ഞിട്ട്. ഇന്ന് പകുതി വളരെ വളരെ വിളിപ്പുറത്തന്നെ ഉണ്ണി വന്നിട്ട് വിളിപ്പുറത്തന്നെ വാങ്ങിയതല്ല. ഇത് എന്റെ 60ാം പിറന്നാളിന് എന്റെ അമ്മായിമ്മ ചെന്നൈയിലേക്ക് കൊടുത്തു വിട്ടതാണ്. അമ്മായിമ്മ എന്ന് പറയുന്നത് നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാന്ന് എന്റെ അമ്മ തന്നെയാണ്. അത്രയും സ്നേഹം നിറഞ്ഞ അമ്മയാണ്. അതെ, അവർ കൊടുത്തയച്ചതാണ്. അന്ന് കൊടുത്തയച്ചപ്പോ അമ്മയ്ക്കും അറിയില്ല എനിക്കും അറിയില്ല എത്ര ചൈതന്യം ഉണ്ടെന്ന്. അപ്പൊ രണ്ട് ഹൃദയം തമ്മിലുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഇന്നുണ്ട്. അമ്മ ഫെബ്രുവരിയിൽ 100 വയസ്സാവാനാ പോണ്. ഇന്നുണ്ട്. നന്നായിട്ട് വർത്തമാനം പറയും, ചിരിക്കും, സംസാരിക്കും, നല്ല ഓർമ്മശക്തി. നടക്കാൻ വിടാറില്ല, കാരണം എവിടെയെങ്കിലും വീണിട്ട് എല്ലിട്ട് പൊട്ടുണ്ടാച്ചിട്ട്. അയ്യോ അതെ, ഞാൻ വിചാരിച്ചില്ല. ഒരു 5 വർഷം ഞാൻ ഷോക്കേസിലാണ് വെച്ചിരുന്നത്. കൊറോണ സമയത്ത് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇദ്ദേഹം പുറത്തേക്ക് അങ്ങോട്ട് വന്നു. എന്റെ നാട്ടിൽ നടന്ന ആർക്കാർ, ഞാൻ ചെന്നൈയിൽ തന്നെയാണ് ജനിച്ചു വളർന്നൊക്കെ, എന്റെ നാട്ടിൽ കൂടി അറിയില്ല ആർക്കും. ഇന്നിപ്പോ ലോകം മുഴുക്കെ നളിനിയമ്മ എന്ന് പറഞ്ഞാൽ അറിയാത്തവർ ഇതേപോലെ ഒത്തിരി അനുഭവങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ആരും പുറത്തേക്ക് പറയുന്നില്ല എന്നുള്ള കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ഞാൻ പറയാതെ തന്നെ ഇവൻ കാണിച്ചു കൊടുക്കാണ്. ഞാൻ അറിയില്ല. ഞാൻ എന്നെ മെല്ലെ മെല്ലെ നീക്കി ഗുരുവായൂരിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഗുരുവായൂരിൽ ഒരു യൂട്യൂബറ് വീഡിയോ എടുക്കാണ്. വീഡിയോ എടുക്കുമ്പോ അവരെ നോക്കിയിട്ട് കണ്ണിറുക്കി കാണിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന എല്ലാവരും കണ്ടത്.